ഇതിനെ ന്യായീകരിക്കുന്നവർ രണ്ട് ന്യായീകരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ന്യായീകരണം എന്ന് പറയുന്നത് റഷ്യ റിമൈൻസ് ഇന്ത്യസ് ടോപ്പ് ക്രൂഡ് സപ്ലയർ ഇൻ ഫെബ്രുവരി 2026. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വിശ്വഗുരുവാണ്, ലോക നേതാവാണ്, 56 ഇഞ്ചാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ന്യായീകരണ തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വന്ന് തെറി വിളിക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്രത്തിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള, അതായത് തെറി വിളിക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള മറുപടി തരാൻ പറ്റും. ലോകം വീണ്ടും ചർച്ച ചെയ്യുകയാണ്, ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യക്കാരാണോ, അതായത് മോദി ഗവൺമെന്റ് ആണോ, അതോ ട്രംപ് ആണോ എന്നൊരു കാര്യം. We'll track some more breaking news coming in at this hour. As we're learning that the US, in fact, Treasury Secretary Scott Bessent has in fact even posted on social media account X. The United States has issued temporary waiver for Indian refiners, is what we're learning at this hour. The US has said in our court that anticipates that India will ramp up US oil purchases. The US has further gone on to say that there is a 30-day waiver for Indian refiners to buy Russian oil. Now, the US has gone on to say that India, in fact, authorizes Russian oil stranded at sea. Bessent has said that the measure will alleviate pressure caused by Iran and that will not provide significant financial benefit to Russia. Now, he's further said that India is an essential partner of the United States. Remember that this is an important statement coming in from Bessent. We also have my colleague Himanshu joining us on the phone line. Himanshu, walk us through the details. What exactly does this mean for India? അതായത് ട്രംപിന്റെ ഉത്തരവാണ് ഇന്ത്യൻസിനോട്. ഇന്ത്യൻ റെഫൈനറീസിന് വരുന്ന 30 ദിവസം റഷ്യയിൽ നിന്നും ഓയിൽ പർച്ചേസ് ചെയ്യാമെന്ന് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. അത് കാരണം പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു മെഷർ കൊണ്ട് അത്ര വലിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റഷ്യൻ ഗവൺമെന്റിന് അത്ര വലിയ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ഓൺലി ഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ഓയിൽ ട്രേഡ് at sea. അതുപോലെ തന്നെ ഇന്ത്യ ഈസ് എൻ എസെൻഷ്യൽ പാർട്ണർ ഓഫ് യുഎസിന്റെ എസെൻഷ്യൽ പാർട്ണർ ആണ് ഇന്ത്യ. വി ഫുള്ളി ആന്റിസിപ്പേറ്റഡ് ദാറ്റ് ന്യൂഡൽഹി വിൽ റാമ്പ് അപ്പ് പർച്ചേസിംഗ് ഓഫ് US ഓയിൽ. അതായത് നമ്മൾ ഫുള്ളി ആന്റിസിപ്പേറ്റഡ്, നമ്മൾ വിചാരിക്കുന്നുണ്ട്, അതായത് ന്യൂഡൽഹി, അതായത് ഇന്ത്യ US ഓയിൽ പർച്ചേസ് ചെയ്യും, അതായത് പർച്ചേസ് ചെയ്യുന്നത് അധികരിപ്പിക്കുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. താൽക്കാലികമായിട്ടുള്ള ഈ പ്രശ്നം വന്നുകൊണ്ടാണ് 30 ദിവസത്തെ ഒരു ആനുകൂല്യം ഇന്ത്യക്ക് നൽകുന്നത്, അതായത് റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യാം എന്ന് അവരുടെ ഉത്തരവ് തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതല്ലേ? ഇതിനെ ന്യായീകരിക്കുന്നവർ രണ്ട് ന്യായീകരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ന്യായീകരണം എന്ന് പറയുന്നത് റഷ്യ റിമൈൻസ് ഇന്ത്യസ് ടോപ്പ് ക്രൂഡ് സപ്ലയർ ഇൻ ഫെബ്രുവരി 2026. 2026 ഫെബ്രുവരിയിൽ ഏറ്റവും ക്രൂഡ് ഓയിലിന്റെ സപ്ലയർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് റഷ്യ തന്നെയാണെന്ന ഒരു വാദമാണ് ആളുകൾ വെക്കുന്നത്. ശരിയാണ്, റഷ്യ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഓയിൽ ഇമ്പോർട്ട് എന്നൊക്കെ പറയുന്ന സാധനം ഈ സ്വിച്ച് ഇട്ടാൽ നിർത്തുന്ന ഒരു സാധനമൊന്നുമല്ല. അതായത് സ്വിച്ച് ഇടുമ്പോൾ തുടങ്ങുക, സ്വിച്ച് ഇട്ടാൽ ഓഫ് ആകും, അതല്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടേ കുറക്കുകയുള്ളൂ. അതിനുള്ള തെളിവുകൾ കറക്റ്റായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് UN സാങ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പോർട്ട് ഫ്രം റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പാസ്റ്റ് 3 മന്തിൽ, കഴിഞ്ഞ 3 മാസം, അതായത് ഫെബ്രുവരി, ജാനുവരി ആൻഡ് ഡിസംബർ. അതുപോലെ തന്നെ ഈ 3 മാസങ്ങളിൽ, ഈ പാസ്റ്റ് 3 മന്ത്സിൽ ഇൻക്രീസ് ഇമ്പോർട്ട് ഫ്രം ഇറാഖ് ആൻഡ് സൗദി അറേബ്യയിലും ഇറാഖിലെയും ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്. അതായത് നൗ ഷിഫ്റ്റ് ടുവേർഡ്സ് ട്രഡീഷണൽ വെസ്റ്റ് ഏഷ്യൻ സപ്ലയറിലേക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള വെസ്റ്റ് ഏഷ്യൻ സപ്ലയറിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യനെ മെല്ലെ ഒഴിവാക്കി, ഘട്ടം ഘട്ടമായി ഒഴിവാക്കി ഇപ്പുറത്തേക്ക് ഘട്ടം ഘട്ടമായിട്ട് കയറുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അത് ഫെബ്രുവരിയിൽ റഷ്യ ടോപ്പിൽ തന്നെയാണെങ്കിലും റഷ്യയുടെ പോർഷൻ, അതായത് കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്നുണ്ട്, ഇപ്പുറം കൂടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പിന്നീടുള്ള ഒരു ന്യായീകരണമാണ് ട്രംപ് വെറുതെ പറയുന്നതാണ്. അതായത് ട്രംപ് ഇപ്പൊ യുദ്ധമൊക്കെ ആയി കുറച്ച് പ്രശ്നത്തിലാണ്, അപ്പം ഇന്ത്യ അയാളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തട്ടി വിടുന്നതാണെന്ന്. ഞാനും അതുപോലെ തന്നെയാണ് കരുതുന്നത്, അങ്ങനെ ആവട്ടെ എന്നൊരു കാര്യം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുമോ? നിങ്ങൾ തന്നെ പറയാം. പ്രതികരിക്കില്ല. കാരണം പ്രതികരിക്കണമെങ്കിൽ ഇതിനു മുൻപേ പ്രതികരിക്കണമായിരുന്നു. കാരണം ഇതിനു മുമ്പ് എത്ര ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ സീസ് ഫയർ ചെയ്തത് അയാളാണെന്ന് പറഞ്ഞു.
അതുപോലെ മറ്റു ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ പ്രധാനമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കലില്ല, അത് പോട്ടെ, അത് നമ്മൾ നോക്കണ്ട. പക്ഷേ ട്വിറ്ററിൽ ഈ എക്സിൽ ഇടക്കിടക്ക് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമായിരുന്നു അതിനെ എതിർത്തോ? ഇല്ല. ഇനി ഒരു ട്രേഡ് ഡീൽ നടത്തിയിട്ടുണ്ടായിരുന്നു, ആ ട്രേഡ് ഡീൽ പൊളിഞ്ഞു പോട്ടെ, എന്നാലും ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഡീലിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രംപാണ്. ട്രംപ് അത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറഞ്ഞത് റഷ്യൻ സാങ്ഷനെ കുറിച്ചിട്ടും കൂടി, അതായത് റഷ്യൻ ഓയിൽ റെഡ്യൂസ് ചെയ്യുമെന്നൊരു കാര്യം കൂടി, അതായത് ഇന്ത്യ റെഡ്യൂസ് ചെയ്യുമെന്ന കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്തോ നമ്മുടെ പ്രധാനമന്ത്രി? ഇല്ല. എതിർക്കോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു യുദ്ധം വന്നു. ആ യുദ്ധം എന്ന് പറയുന്നത് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് ഇസ്രായേലും US കൂടി ഇറാനെ അടിച്ചിട്ടുള്ളത്. ഇറാൻ എന്ന് പറയുന്നത് വെറുതെ ഒരു പാർട്ട്ണർ അല്ല നമ്മളത്. ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മളെ പല ഘട്ടത്തിലും സഹായിച്ചിട്ടുള്ള, അതായത് UN പല റെസൊല്യൂഷൻ നടക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ ഇറാനെ അടിച്ചപ്പോൾ എന്തെങ്കിലും മിണ്ടിയോ? ഇല്ല. പോട്ടെ, അവിടുത്തെ റൂളർ, അതായത് അവിടുത്തെ ഭരണാധികാരിയെ കൊന്നു. ആ കൊന്നപ്പോൾ ഒന്ന് അനുശോചന പറഞ്ഞോ? അതുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട ന്യൂസിന്. പക്ഷേ ഈ എക്സിൽ ആരുടെ ബർത്ത്ഡേ, അതായത് ലോകത്ത് ആരുടെ ബർത്ത്ഡേ ഉണ്ടായാലും വിഷ് ചെയ്യുന്ന നമ്മളുടെ വിശ്വഗുരു, ആ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ, അതായത് കൊല്ലപ്പെട്ടപ്പോൾ മിണ്ടിയോ? ഒരു പോസ്റ്റ് ഇട്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഭയക്കുന്നു ഇടാൻ വേണ്ടി. ഇപ്പോൾ ഇതാ പുതിയൊന്നും കൂടി, അതായത് റഷ്യൻ ഓയിൽ ഒരു 30 ദിവസത്തേക്ക് നിങ്ങൾ വാങ്ങിച്ചോ, നമുക്ക് ഔദാര്യമായി തരികയാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഈ കാര്യം US വെറുതെ തട്ടിവിടുന്നതാണെങ്കിൽ ഇതിനെ പ്രതികരിക്കണം നമ്മളുടെ പ്രധാനമന്ത്രി. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നമ്മളുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ അവർ പ്രതികരിക്കണം. പ്രതികരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഇൻസിഡന്റ് ഉണ്ടായിട്ട് വാ തുറക്കാത്ത ആള് ഇപ്പോൾ വാ തുറക്കുമോ? നോ ചാൻസ്. ഇവിടുന്ന് കുറെ പേര് വന്ന് കരിയാറുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വിശ്വഗുരുവാണ്, ലോക നേതാവാണ്, 56 ഇഞ്ചാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ എത്രയാണ്? 100 മില്യൺ ഫോളോവേഴ്സ്, അതുപോലെ യൂട്യൂബിൽ 30 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ ലോക നേതാവാണെന്ന് പറയുന്നത്? ഈ ലോക നേതാവാണ് ട്രംപ് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒന്നും മിണ്ടാതെ, മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒപ്പോസ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് US പ്രസിഡന്റ് അല്ലെങ്കിൽ US പല തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കാര്യം മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ കുറെ ന്യായീകരണ തൊഴിലാളികൾ വരും. ഈ ന്യായീകരണ തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വന്ന് തെറി വിളിക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്രത്തിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള, അതായത് തെറി വിളിക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള മറുപടി തരാൻ പറ്റും? സ്റ്റിൽ ഇപ്പോഴും ലോകം ചോദിക്കലാണ്, ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? വിശ്വഗുരു ആണോ അതോ ട്രംപ് അണ്ണനാണോ എന്നൊരു കാര്യം.